ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനിപ്പോ ഹെലികോപ്റ്റർ ഉപയോഗത്തിന് കാലാവസ്ഥയുടെ അനുകൂലാവസ്ഥ ഉണ്ടാവണം എന്നുള്ള ഒരു വെയിറ്റിംഗ് ആണ് അത് പ്രധാനം. അപ്പൊ മറ്റു മാർഗങ്ങളിലൂടെ അവരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. മറ്റു മാർഗങ്ങളിലൂടെ പിന്നെ NDRFന്റെ ടീം ഉൾപ്പെടെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അവിടെയുള്ള ചില ആളുകൾ ഫോണിൽ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം അവരുൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നപ്പോൾ ഒരു വീട്ടിനകത്ത് 4-5 പേര് കുടുങ്ങിക്കിടന്നിട്ട് അതിന്റെ പുറത്തുനിന്ന് ആളുകൾ ഫോണിൽ നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരിലവിടേക്ക് എത്തി അവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള കഠിന ശ്രമത്തിലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ അറിയുന്നത്. ഇവിടുന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ ഇപ്പം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന ഗവൺമെന്റിനും റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫിന്റെ എല്ലാവിധ ടീമുകളെയും ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളെ എംപ്ലോയ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഡയറക്ഷൻസ് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ അവിടെയുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നവർ അവരുടെ ഫോണിലെ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുക, അവിടെ റെസ്ക്യൂ ടീം എത്തുമ്പോഴത്തേക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ കട്ട് ചെയ്ത് പോവാതിരിക്കാനുള്ള ഒരു ജാഗ്രത അവർ കാണിക്കുക. അവർ വിളിക്കുന്ന ബന്ധപ്പെടുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വീട്ടുകാർ, പുറത്തുള്ളവർ, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ്, അവരെയൊക്കെ പലരെയും ഫോണിൽ വിളിച്ച് പലരും അവർ വഴി ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക, സഹായം അവരിലേക്ക് എത്തുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അവരിലേക്ക് എത്തും. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, പാനിക്കാവാതിരിക്കുക, അവരെ പാനിക്കാക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടുന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവിടെ മനുഷ്യസാധ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇവിടുന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയിപ്പ് കിട്ടുന്ന മുറക്ക് അത് ചെയ്യാനുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സും ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹവും അറിയിക്കുന്നുണ്ട്. പോകുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പം പാർലമെന്റിൽ ചെന്ന ഉടനെ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് മോഷൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KC വേണുഗോപാൽ MP, ഹൈബിയുടെ ഞങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ ഫ്ലോറിൽ ചെന്ന ഉടനെ തീരുമാനം എടുത്ത് ഫസ്റ്റ് അവൈലബിൾ ഓപ്ഷൻസിൽ ഞങ്ങൾ കഴിയാവുന്നവർ പോകണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ KC ആയിട്ടും കൂടെ ആലോചിച്ചതിന്റെ ശേഷം അതിനകത്തൊരു തീരുമാനം. ഈ മാഹിപ്പുഴ കാര്യങ്ങളൊക്കെ കരകവിഞ്ഞൊഴുകയാണ്. കോഴിക്കോടിന്റെ പല ഭാഗത്ത് ഈ പ്രശ്നങ്ങളും കോഴിക്കോടുണ്ട്. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെലങ്ങാട് പ്രദേശത്ത് ഗുരുതരമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി. അവിടെ ആളുകൾ സ്റ്റാൻഡേർഡ് ആണ്. അവരിലേക്ക് എത്താൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല. അവർ നിൽക്കുന്ന വീടിന്റെ 2 സൈഡിലുമുള്ള കര ഒലിച്ചു പോയി കഴിഞ്ഞു. അപ്പൊ അവരെ സെന്റർ സ്പേസിൽ ഏതാനും മീറ്ററുകൾ മാത്രമുള്ള ഒരു സെന്റർ സ്പേസിൽ 4-5 വീട്ടുകാർ ഇപ്പോഴും കുടുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് കരയിലേക്ക് എത്താൻ ഇത് ക്രോസ് ചെയ്ത് വരിക എന്നുള്ളത് റിസ്ക് ആണെന്നുള്ളത് കൊണ്ട് അവരോട് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാം. ഫോണിലും അവരോട് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വെയിറ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെ തന്നെ അവിടെ എത്തിച്ച് അവർ വഴി അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ ഗൗരവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾ അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് ചെവിക്കൊള്ളണം അഭ്യർത്ഥിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ വീട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ അതിന് ചില പ്രദേശങ്ങൾ ആരൊക്കെയോ മടി കാണിക്കുന്നു എന്നൊക്കെ ഫോണിൽ ആളുകൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതിന്റെ ഒഫീഷ്യൽസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എത്രയും പെട്ടെന്ന് വലിയ റിസ്ക് ഒഴിവാക്കാൻ ഇപ്പൊ തന്നെയുള്ള ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എല്ലാവരുടെ അഭ്യർത്ഥന. എല്ലായിടത്തും പൊതുപ്രവർത്തകരും ഭരണ സംവിധാനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആളുകളുടെ രക്ഷയ്ക്കും സഹായത്തിനും വേണ്ടി എത്തിയിട്ടുണ്ട്. കോഴിക്കോട് പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും അവിടെ വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലും പൊതുപ്രവർത്തകരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെലങ്ങാട് ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയുള്ളത് എന്റെ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാട് പ്രദേശത്ത് അവിടെ ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പം രാവിലെ ആരെങ്കിലും സഹായമൊക്കെ വേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഉരുൾപൊട്ടി വെള്ളം വരുന്ന കണ്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു. കൂടെയുള്ള ഒരാൾ ക്രോസ് ചെയ്ത് നിന്നു. പക്ഷെ ഇതൊരു കടയുടെ സൈഡിൽ കയറി നിന്നു. പക്ഷെ കട ഉൾപ്പെടെയുള്ള ഇത് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ദൃക്സാക്ഷികൾ ഫോണിൽ അറിയിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം കൂടെ വെലങ്ങാട് പ്രദേശത്ത് നിന്ന് കിട്ടുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.